हालेलुया, प्रभु की महिमा हो। प्रभु का दास, हम आपको स्वागत करते हैं। आप हमारे बीच में आज वचन बोलने के लिए आया। हम आपको धन्यवाद का, आपकी मिनिस्ट्री को, आपकी पत्नी को, आपके बच्चों को, सबको प्रभु आशीष दे। परमेश्वर की जो कुछ भी वाणी है हमारे बीच में बोलने के लिए, आपको पूरे समय है बोलने के लिए, हम आपको स्वागत करते हैं। धन्यवाद, थैंक यू। आगे का समय आपका है। പാസ്റ്ററെ, പ്രൈസ് ദി ലോർഡ്, കേൾക്കാമോ? വളരെ നല്ലോണം കേൾക്കാം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर की नाम को महिमा मिलने पाए. ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ये अच्छे समय के लिए मैं परमेश्वर को धन्यवाद करता हूँ. എന്റെ പ്രിയ യുപിയിലുള്ള എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൽ ഒരുമിച്ച് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ഒരുമിച്ച് നമ്മൾ കർത്താവിന്റെ മക്കളായി തീർന്ന നിങ്ങളെ ഏവരെയും കാണുവാൻ കിട്ടിയ ഈ വലിയ അവസരത്തെ വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. मेरे परमेश्वर का प्रिय संतानों, आपका लोगों के साथ यूपी का, भारत के अलग अलग भाग में बैठकर परमेश्वर की हालेलुया लहू के द्वारा वह उद्धार पाया हुआ लोगों के साथ आज संगति करने के लिए मेरे जीवन में दिया हुआ ये अच्छे अवसर के लिए मैं परमेश्वर को धन्यवाद करता हूँ. നാം വളരെ ദൂരത്താണെങ്കിലും നമ്മൾ ക്രിസ്തുവിൽ വളരെ അടുത്താണ്. हम बहुत 6-7 किलोमीटर दूर में हैं, लेकिन हम प्रभु मसीह में एक जगह में हैं. നമ്മളെല്ലാം ഒരപ്പന്റെ മക്കളാണ്. हम सब मसीह में एक है. നമ്മുടെ എല്ലാം പിതാവ് ഒരാളാണ്. हमारे सबका पिता एक ही है. ഈ ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ ശിവ് പാസ്റ്ററോട്, ദൈവസഭയോട് ഉള്ള നന്ദി അറിയിക്കുന്നു. आज का दिन में मुझे ये मौका दिया, रेनकोट का कलिसिया का हर एक पासवान को मैं धन्यवाद करता हूँ. എന്റെ എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള എന്റെ സ്നേഹവന്ദനം. मेरे माता पिता, मेरे भाई बहन, बच्चे लोग, सबको प्रभु यीशु मसीह में जो प्यार भरा वंदन में देता हूँ. ശിവ് പാസ്റ്ററുടെ പിള്ളേരെയും സഹോദരിയും ഒക്കെ കാണാൻ പറ്റുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം. हालेलुया, प्रभु का दास का परिवारों को मुझे देखने का मौका मिल रहा है, मैं प्रभु को धन्यवाद करता हूँ. ശിവ് പാസ്റ്ററെ വളരെ ദീർഘനാളത്തെ പരിചയം എനിക്ക് ശിവ് പാസ്റ്ററുമായിട്ടുണ്ട്. प्रभु का दास के साथ बहुत लंबी समय का परिचय है हम दोनों का बीच में. ശിവ് പാസ്റ്റർ പഞ്ചാബിലായിരുന്നപ്പോൾ അവിടെ പോയി ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷിപ്പാനും ഒരുമിച്ച് പ്രവർത്തിക്കുവാനും കുഞ്ഞുങ്ങളെയും സഹോദരിയെയും ഒക്കെ കാണുവാനും അവരുടെ ആതിഥ്യം അനുഭവിക്കാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. परमेश्वर का दास जब पंजाब में था, वहां मेरे से जाने के लिए, वहां उनके साथ अच्छा सहभागिता करने के लिए परमेश्वर ने मेरे जीवन में अवसर दिया. मैं प्रभु को धन्यवाद करता हूँ. എല്ലാത്തിനും ദൈവത്തിന് മഹത്വം. हर एक बातों के लिए परमेश्वर को महिमा मिले. നമ്മളിങ്ങനെ ഈ ദൂരത്തിരുന്ന് ഞാൻ മെസ്സേജ് പറയുന്നത് കൊണ്ട് എനിക്ക് ഹിന്ദി ഭാഷ അങ്ങനെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറവാണല്ലോ. मुझे हिंदी में बोलना आते हैं, लेकिन प्रचार करने में थोड़ा कठिनाई है, इसलिए ट्रांसलेशन की जरूरत है, इसलिए समय थोड़ा ज्यादा लगेगा, इसलिए मैं वचन में प्रवेश करना चाहता हूँ. 20 വർഷമായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ യുകെയുടെ പ്രദേശത്താണ്. हम 20 साल से प्रभु की दया से यूके में हैं. എന്റെ പേര് ജെൻസ് തോമസ് എന്നാണ്. मेरा नाम जेम्स തോമस है. എന്റെ ഭാര്യയുടെ പേര് സിനി. मेरा पत्नी का नाम सिनी है. രണ്ടു മക്കൾ തോമസ്, ജോസ്, അവർ സ്കൂളിൽ പഠിക്കുന്നു. मेरे को 2 बच्चे हैं, एक തോമസ് है, एक ജോസ് है. എന്റെ പിതാവ് ഒരു ഹിന്ദി സാറാണ്. എനിക്ക് ഹിന്ദി വളരെ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്ന ദീർഘനാളായി ഈ ഹിന്ദി ഉപയോഗിക്കാത്തത് കൊണ്ട് അങ്ങനെയാണ് ഈ സംസാരിക്കാൻ അതങ്ങ് പിന്നെ മറന്നുപോയി. मेरा पापा हिंदी का एक अध्यापक है, इसलिए मैं हिंदी अच्छी तरह से बोलने के लिए कोशिश करते थे, बोलता भी था, लेकिन यहाँ आकर 20 साल से हिंदी बोलने का जो समय कम मिलता है, लोग कम मिलते हैं, इसलिए हिंदी का जो फ्लुएंसी है मेरा कम हुआ.
എനിക്ക് നിങ്ങളോട് നേരിട്ട് കണ്ട് നിങ്ങളോട് നേരിട്ട് ഹിന്ദി ഭാഷയിൽ സംസാരിക്കണമെന്നൊക്കെ വളരെ ആഗ്രഹമുണ്ട്. എങ്കിലും നല്ല ഒരു ട്രാൻസ്ലേറ്റർ ശിവപാസ്റ്റർ നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. പിന്നെ ഇങ്ങനെ ദൂരത്തിരുന്നാണെങ്കിൽ നിങ്ങളെ കാണാൻ ദൈവം ഒരു ഭാഗ്യം തന്ന ഓർത്ത് സ്തോത്രം. मैं आप लोगों के बीच में आकर परमेश्वर की वचन आप लोगों के बीच में मुहामुह बोलने का आग्रह बहुत रखा है, लेकिन प्रभु की दया है आज हम लोगों को ये जूम मीटिंग के द्वारा भी कम से कम देखने का प्रभु ने मौका दिया. ഇത്രയും പേര് കുറച്ചു പേര് നമ്മുടെ ലൈനിലുണ്ട്. ഇത്രയും പേര് ഈ ലൈനിൽ കടന്നു വന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. इतना लोग हैं अभी इसमें 17 परिवार है मेरे साथ. ये जो मोबाइल में है कम से कम 15 से ज्यादा परिवार और है. कम से कम 30-35 परिवार एक साथ हम लोग प्रार्थना में हैं. फोन के साथ मेरे साथ 15 परिवार है. इतने लोगों के साथ भजन बोलने का मौका मुझे दिया. मैं प्रभु को धन्यवाद करता हूं. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് എന്റെ മുമ്പിൽ സ്ക്രീനിൽ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ആരും തന്നെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. आप लोगों का नाम जब कंप्यूटर में जब देख रहा हूं मेरे को इससे पता चलता अब एक भी व्यक्ति जन्म के द्वारा मसीह परिवार में से नहीं है. ഞാൻ ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടയാളാണ്. मैं एक नामधारी मसीह परिवार में जन्म हुआ व्यक्ति हूं. എന്നാൽ എനിക്ക് യേശുവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. लेकिन मुझे यीशु मसीह के साथ कोई संबंध नहीं होता था. ഞാനിവിടെ ജോലിയോടനുബന്ധിച്ച് ഈ ഇംഗ്ലണ്ടിൽ കടന്നു വന്നപ്പോൾ ഇവിടെ ഞാൻ ചില ദൈവദാസന്മാരുടെ മീറ്റിംഗിന് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് യേശുവിനെ പരിചയപ്പെട്ട് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയായി തീരുവാൻ എനിക്ക് കഴിഞ്ഞത്. मैं यूके में 20 साल पहले जब आया था तब लोगों का प्रचार सुनने लगा, लोगों के साथ संगति करने लगा. तब मुझे यीशु मसीह के साथ अच्छे परिचय हुआ और यीशु मसीह को मैं अपना जीवन में उद्धारकर्ता के रूप पर स्वीकार किया. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും നിങ്ങളുമെല്ലാം ഒരേപോലെ തന്നെയാണ്. കാരണം കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ആരും യേശുവിനെ യഥാർത്ഥമായിട്ട് അറിഞ്ഞിരുന്നവരായിരുന്നില്ല. നിങ്ങളെപ്പോലെ തന്നെയാണ്. നിങ്ങളൊരു ഹിന്ദു കുടുംബത്തിലായിരിക്കാം ജനിച്ചത്, പക്ഷെ ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷെ യഥാർത്ഥമായിട്ട് യേശുവിനെ സ്നേഹിക്കുവാൻ, യേശുവിനെ ഒരു രക്ഷിതാവായിട്ട് അംഗീകരിക്കുവാൻ കഴിഞ്ഞത് എനിക്ക് പ്രായമായപ്പോഴാണ്, ഒരു 10-30 വയസ്സായപ്പോഴാണ്. साधारण रूप से एक मसीह परिवार में नामधारी मसीह परिवार में मेरा जन्म हुआ है, लेकिन आप हिंदू परिवार में जो बात तो एक ही है. आप भी अभी यीशु मसीह को ग्रहण किया. मैंने भी जीवन में जब बड़े हुआ तब मुझे भी यीशु मसीह को पूर्ण रूप से अंगीकार करने का मौका मिला. യേശുവിനെ യഥാർത്ഥമായിട്ട് മനസ്സിലായപ്പോഴാണ്, യേശുവിനെ അടുത്തറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നാം ആരാധിക്കുന്ന ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം വസിക്കുന്നത് രൂപങ്ങളിലല്ല, പ്രതിമകളിലല്ല, അമ്പലങ്ങളിലല്ല, ദേവാലയങ്ങളിലല്ല എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് എന്റെ 30ാമത്തെ വയസ്സിലാണ്. मेरा 30वां उम्र में मुझे पता चला परमेश्वर किसी मनुष्य बनाए हो, किसी मिट्टी का चीज या लकड़ी का चीज, किसी मूर्ति में, किसी चीज में नहीं वास करता. परमेश्वर वास करता अपनों में है करके मुझे अपना 30 उम्र में पता चला. സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവം, സകലത്തെയും സൃഷ്ടിച്ച സകലത്തിന്റെയും ഉടയവനായ ദൈവം, അവൻ നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് വാസം ചെയ്യുന്നു. जो स्वर्ग में विराजमान परमेश्वर जब हमारी मन को जब हम उनके लिए खुलता है वो हमारी दिल में आकर वास करना शुरू करते हैं. എത്ര വലിയ പദവിയാണ്, എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. कितनी बड़ा धन्य समय है परमेश्वर ने यीशु मसीह के द्वारा हमारे जीवन में दिया. നമ്മൾ ഒരു കാര്യമേ ചെയ്യേണ്ടതുള്ളൂ, നമ്മുടെ ഹൃദയം ദൈവത്തിനു വേണ്ടി അതിനെ ഒരുക്കി കൊടുക്കണം. അതായത് നമ്മൾ വിശുദ്ധിയോടെ നമ്മളുടെ ദൈവം വാസം ചെയ്യുന്ന അമ്പലങ്ങളും പള്ളികളും ശുദ്ധമായി സൂക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കണം. അങ്ങനെയെങ്കിൽ ഈ ദൈവം നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യും. लोग जैसे बोलता है मंदिर और गिरजाघर में यीशु परमेश्वर वास करता है बोलकर उसको शुद्ध करते, उससे बढ़कर प्रभु परमेश्वर मनुष्यों का मनों में वास करता है. इसलिए हमारी शरीर को बहुत पवित्रताई के साथ हमको बना कर रखना है. ये है प्रभु का इच्छा हमारे ऊपर. നമുക്ക് ദൈവവചനം ചിന്തിക്കുവാനായിട്ട് നമുക്ക് തുടങ്ങാം. परमेश्वर का वचन की ओर हम ध्यान करेंगे.
ഇന്ന് ഞാനിവിടെ ഈ ഇംഗ്ലണ്ടിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇന്ന് ഞാൻ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുവാൻ 8 മാസം മുമ്പ് ടിക്കറ്റ് എടുത്ത് ഒരുങ്ങിയിരുന്ന വ്യക്തിയാണ്. मैं 8 महीना पहले आज का दिन में भारत की ओर यात्रा करने के लिए हालेलुया टिकट लिया हुआ लेकर बैठा हुआ एक व्यक्ति है. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ലീവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഇപ്പോൾ വലിയ അവധിയാണ്, സമ്മർ ഹോളിഡേയ്സ് ആണ്. അതുകൊണ്ട് ലീവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് 8 മാസം മുമ്പ് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കുടുംബമായിട്ട് ഇന്ന് ഇന്ത്യയിൽ ലാൻഡ് ചെയ്യേണ്ട ദിവസമാണ്. हम 8 महीना पहले भारत की ओर जाने के लिए टिकट बना. आज का दिन यात्रा करना था क्योंकि मेरा बच्चे लोगों का छुट्टी और मेरी पत्नी की छुट्टी पिछले साल हम नहीं जा पाया. इतना लंबा छुट्टी को हम लोग पूरा आज भारत के अंदर प्रवेश करके आज हमारी समर हॉलीडेज मनाने का दिन था. ഇത് ഇങ്ങനെ ആ പ്ലാനുകളെല്ലാം മാറ്റേണ്ടതായിട്ട് വന്നു. ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ഇന്ന് ഇവിടെ തന്നെ ഞങ്ങൾ ആയിരിക്കുന്നു. लेकिन ये कुछ कारण की वजह से आप लोग सब जानते, उस कारण की वजह से जहाज पूरा बंद हो गया, वो टिकट पूरा कैंसिल हो गया. हम आपके बीच में आज देखो आपके बीच में हैं. പ്രിയമുള്ളവരെ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം നടക്കണമെന്നില്ല, അതിനെല്ലാം മാറ്റം വരും. हम लोग जो कुछ भी प्लान पद्धति बनाता है वो कोई भी चलना, वो कोई भी कार्य होना कोई जरूरी नहीं है, वो सब बदलते रहता है. നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളും നമ്മുടെ അന്തരീക്ഷങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. हमारा परिस्थिति पूरा बदल रहा है. हम जिस समाज में समूह में जीता है वहां का हर एक चीजों को बदलावट होते जा रहा है. എന്നാൽ നമുക്ക് ഉറപ്പോടെ എനിക്ക് ഒരു കാര്യം ഇന്ന് നിങ്ങളോട് പറയാൻ കഴിയും, നാം ആരാധിക്കുന്ന യേശുവിന് മാറ്റമില്ല. हालेलुया. एक चीज में बड़ा दृढ़ता के साथ, धीरज के साथ मैं आपके सामने रखता हूं, जिसकी उपासना हम करते हैं, जिसकी आराधना हम करते हैं, प्रभु यीशु मसीह कभी नहीं बदलता. അവൻ അനന്യനായ ദൈവമാണ്. അവൻ ആൽഫയും ഒമേഗയുമാണ്. അവൻ ആദിയും അന്ത്യനുമാണ്. वो हमेशा की परमेश्वर है, आदि और अंत है, वो अल्फा और ओमेगा है. അവന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നെങ്കിൽ നമുക്ക് ഭാരപ്പെടുവാനില്ല. उनकी हाथ में अगर हम अपने आप को अगर सौंपते तो कभी भी आपको बोझ उठाने का, आपको डरने की जरूरत नहीं पड़ेगा. നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ആകുലപ്പെടുന്നവരാണ്, ഭാരപ്പെടുന്നവരാണ്. എന്നാൽ നാളെയെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിവില്ല. हमारे कल के बारे में हम बहुत सोचते हैं, कैसे होगा, क्या करेगा, हम उसका नियंत्रण करने के लिए बड़े कोशिश करता है. लेकिन प्रभु हमको वचन के अंदर कहता है, तुम कल के बारे में हालेलुया चिंता मत करो. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ, നമ്മുടെ നാളെക്കുള്ള കാര്യങ്ങൾ അതെല്ലാം നമ്മൾ യേശുവിന്റെ പക്കൽ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. परमेश्वर की वचन के वास्ते कल के बारे में जो भी चिंताएं हैं, जो भी बातें हैं, अगर आप प्रभु यीशु मसीह की कदमों में, उनकी चरणों में अगर रखेगा तो उससे आपको डरने की और भय होने की, चिंता करने की जरूरत नहीं होगा. ഇവിടെ ഇംഗ്ലണ്ടിലായിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു സമ്പന്ന രാഷ്ട്രത്തിലായിരിക്കുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിൽ ഭാരമില്ല, പ്രയാസമില്ല, പ്രതിസന്ധിയില്ല എന്ന് നിങ്ങൾ ആരും ധരിക്കരുത്. धनी राष्ट्र में काम करता हूँ इसलिए कभी आप मत सोचिएगा मेरे जीवन में कोई बोझ नहीं है, मेरे जीवन में कोई दबाव नहीं है, कोई परेशानी नहीं है, कोई मुश्किल अवस्था नहीं है करके ऐसा मत सोचिएगा. കർത്താവ് യേശു തന്നെ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടമുണ്ട്. യേശു ने बोला दुनिया में तुम्हारे को कठिनाइयां हैं, कष्ट है. നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ കഷ്ടമുണ്ട്. हम परमेश्वर के लिए अगर खड़े रहेगा तो हमारे जीवन में दिक्कत परेशानी जरूर होगा. നാളെ നമുക്ക് ജീവിക്കുവാനുള്ളതിന് വേണ്ടി അതിനുവേണ്ടി കഷ്ടപ്പാടുകളുണ്ട്. कल हमको कैसे खाएंगे, कैसे पिएंगे, उसके लिए भी हमारे जीवन में कष्ट है. ഈ ദേശത്ത്, ഈ ഇംഗ്ലണ്ടിൽ കടന്നു വന്ന സമയത്ത് ഒരു ബസ്സിൽ കയറി എവിടെയെങ്കിലും പോകുവാൻ പൈസ ഇല്ലാഞ്ഞിട്ട് അനേക മൈലുകൾ ഞാനും ഭാര്യയും കൂടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നടന്നു വന്ന അങ്ങനെ ബുദ്ധിമുട്ടിയ സമയങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. हम जब इंग्लैंड में, ये देश में जब आए थे, हालेलुया, कुछ खरीदने के लिए हम लोग बाजार में जाते थे, वापस आने के लिए हमारे पास पैसा नहीं बचता था, तब हम किलोमीटर पैदल चल के हमारी घर में वापस आए थे.
ജീവിതത്തിൽ അങ്ങനെ പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവിടെ ഈ ദേശത്തായിരിക്കുമ്പോഴും വന്നിട്ടുണ്ട്. ये देश में होने, धनी देश में होने के बाद भी हमारे जीवन में बहुत मुश्किल परिस्थितियां बहुत बार हुई है. പക്ഷെ ഒരു കാര്യം, എന്റെ ഈ 20 വർഷത്തെ യേശുവിനോടുള്ള ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാം, ഒരു മനുഷ്യന്റെയും മുമ്പിൽ തലകുനിക്കുവാൻ ഈ കർത്താവ് എന്നെ ഇടയാക്കിയിട്ടില്ല, ഞങ്ങളെ ഇടയാക്കിയിട്ടില്ല. आमीन, हालेलुया. हम एक बात आपको बिल्कुल हालेलुया दृढ़ता के साथ, धीरज के साथ बोलते हैं, जब से यीशु मसीह को ग्रहण किए पिछले 20 साल से किसी व्यक्ति के सामने सिर झुकाने का, किसी के पास जाकर मांगने की जरूरत परमेश्वर ने मेरे जीवन में नहीं किया है. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ പേഴ്സണൽ ആയിട്ടുള്ള പ്രാർത്ഥനയിൽ കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നെങ്കിൽ മനുഷ്യന്റെ മുമ്പിൽ നമ്മളെ മുട്ടുമടക്കുവാൻ ഈ കർത്താവ് ഇടയാക്കുകയില്ല. अगर आप अपनी प्रार्थना की जगह पर अगर घुटना टेक प्रभु से अगर विनती करता तो कभी मनुष्यों के सामने आपको घुटना टेकने की जरूरत नहीं पड़ेगा. ദൈവത്തിന്റെ സന്നിധിയിൽ മുറിയിൽ കടന്ന് നമ്മുടെ വിഷമങ്ങളെ കണ്ണുനീരോടുകൂടി ഈ ദൈവത്തോട് അറിയിക്കുന്നെങ്കിൽ മനുഷ്യന്റെ മുമ്പിൽ ഒരു കണ്ണുനീര് വീഴുവാൻ ഈ യേശു ഇടയാക്കുകയില്ല. अगर आप परमेश्वर के सामने घुटना टेकर अगर आप अपनी आंसू बहाता तो हालेलुया प्रभु आपकी आंसुओं को कुप्पी में रखेगा. अगर देखो किसी मनुष्यों के सामने आपको कभी भी आंसू बहाने की जरूरत नहीं पड़ेगा. നമ്മുടെ ദൈവം ജീവിക്കുന്നു. हमारे परमेश्वर जीवित खुदा है. നമ്മെ നന്നായി അറിയുന്നു. हमको अच्छी से जानते हैं. നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ അവൻ അറിയുന്ന ദൈവമാണ്. हमारे हृदय की अनेक इच्छाओं को भावनाओं को जानने वाला परमेश्वर है वो. പക്ഷേ പ്രാർത്ഥനയിലൂടെ നമുക്ക് യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാവണം. प्रार्थना के द्वारा यीशु मसीह के साथ एक व्यक्तिगत रीति से एक अच्छे संबंध हमको होना बहुत जरूरी है. നമുക്ക് ശ്വാസം എത്ര ജീവിക്കുവാൻ ആവശ്യമാണോ അതുപോലെ പ്രാർത്ഥന ഒരു ഭക്തന് ആവശ്യമാണ്. हालेलुया. एक व्यक्ति के लिए प्राणवायु ऑक्सीजन जितनी जरूरी है, एक भक्त व्यक्ति के लिए धरती पर आराम से जीने के लिए उतना जरूरी है प्रार्थना. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഒരു വാക്യം വായിക്കാം. आज की मनन के लिए हम एक वचन पढ़ेंगे. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. हम एक वचन पढ़ेंगे मरका रचित समाचार 7 अध्याय उसका 31 से लेकर 37 तक पढ़ेंगे. നമുക്ക് ബൈബിളുള്ള എല്ലാവരും ദയവ് ചെയ്ത് ബൈബിൾ എടുത്ത് ആ വാക്യങ്ങളിലൂടെ നമ്മൾ നമ്മൾ വായിക്കുവാൻ പോകുന്ന ഭാഗത്തെ ഓരോ വാക്യങ്ങളിലൂടെയും നമ്മൾ ചിന്തിക്കുവാൻ പോകുകയാണ്. हालेलुया. अगर किसी के पास बाइबल अगर आप अपने पास रखा है तो घर में पक्का बाइबल होगा. बाइबल उठाइए और वचन एक एक करके हम ध्यान करने जा रहा है. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. मरका रचित समाचार से हम 7 अध्याय 31 से हम पढ़ेंगे. സമയം ലാഭിക്കുവാൻ ഞാൻ വായിക്കുന്നില്ല. ശിവ് പാസ്റ്റർ ആ ദേവീത ഹിന്ദി ഭാഗം ഒന്ന് ഹിന്ദിയിൽ വായിച്ചാട്ടെ. हालेलुया. अभी मैं पढ़ता हूँ. फिर वो सूर और सैदा के देशों से निकलकर दिकपुलिस देश से होता हुआ गलील की झील पर पहुंचा और लोगों ने एक बहिरे को जो इकला भी था उसके पास लाकर उससे विनती की कि अपने हाथ उस पर रखे. तब वह उसको भीड़ से अलग ले गया और अपनी उंगलियां उसके कानों में डाली और थूक कर उसकी जीभ को छुआ और स्वर्ग की ओर देखकर आह भरी और उससे कहा इफ्तह अर्थात खुल जा. उससे और उसके कान खुल गए और उसकी जीभ की खान भी खुल गई और वह साफ साफ बोलने लगा. तब उसने उन्हें चिदाया कि किसी से ना कहना, परंतु जितना उसने उन्हें चिदाया उतना ही वे और प्रचार करने लगे और वे बहुत ही आश्चर्य में होकर कहने लगे उसने जो कुछ किया सब अच्छा किया है. वह बहिरों को सुनने की और गूंगों को बोलने की शक्ति देता है. आमीन. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജയ മസീഹ്. ഇവിടെ മർക്കോസ് എഴുതിയ, നമുക്കറിയാം നമ്മുടെ വേദപുസ്തകത്തിൽ 4 പേരെഴുതിയ കർത്താവിന്റെ 4 ശിഷ്യന്മാർ എഴുതിയ സുവിശേഷങ്ങളുണ്ടല്ലോ.
हम भजन के अंदर देखता है परमेश्वर की लोग लिखा हुआ 4 सुसमाचार है। ഈ വേദപുസ്തക നമ്മുടെ പുതിയ നിയമത്തിൽ ആദ്യം എഴുതപ്പെട്ട സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം. मरकुस रचित सुसमाचार पर नया नियम में पहली समय पर सबसे पहले लिखा हुआ सुसमाचार बोला जाता है. എന്നാൽ ആദ്യമായിട്ട് ഈ 4 സുവിശേഷങ്ങളിൽ ആദ്യമായിട്ട് എഴുതിയ സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം. पहली बार लिखा हुआ सुसमाचार की किताब है मरकुस रचित सुसमाचार. എന്നാൽ ഈ മർക്കോസ് എന്ന് പറയുന്ന വ്യക്തി കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ പെട്ട വ്യക്തിയായിരുന്നില്ല. मरकुस कभी भी 12 चेलों के बीच में नहीं आते थे. എന്നാൽ ഈ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് 3 സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയാത്ത യേശുവിന്റെ ചില കാര്യങ്ങൾ നമുക്ക് ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം കാണുവാൻ കഴിയുന്നു. मरकुस सुसमाचार में सबसे खासियत बात यही है, बाकी जो तीनों सुसमाचार में जो नहीं मिल सकता, कुछ एक यीशु मसीह की काम कार्यों को इसके अंदर खास करके मिलता है. നമ്മൾ വായിച്ച ഈ യേശു ചെയ്ത ഈ അത്ഭുത പ്രവൃത്തി ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. ये जो आज जो चमत्कारी के बारे में जिसको चंगा किया, ये सिर्फ मरकुस सुसमाचार में ही आपको मिलेगा. ഈ മർക്കോസിന്റെ സുവിശേഷമാണ് ഏറ്റവും ചെറിയ പുസ്തകം, അതായത് 16 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. मरकुस रचित सुसमाचार केवल 16 अध्यायों में से सबसे छोटे सुसमाचार है. എന്നാൽ ഏറ്റവും കൂടുതൽ യേശു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിലാണ്. सबसे ज्यादा यीशु मसीह के आश्चर्य कर्मों का चिन्हों के बारे में मरकुस रचित सुसमाचार में ही लिखा हुआ है. 19 അത്ഭുതങ്ങൾ യേശു ചെയ്തത് മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 19 चमत्कारी के बारे में जो यीशु ने किया है मरकुस रचित सुसमाचार में लिखा है. മറ്റൊരു പ്രത്യേകത, മറ്റൊരു വാക്ക് ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ തുടർച്ചയായി ഉപയോഗിച്ചിരിക്കുന്നത് ഉടനെ, അല്ലെങ്കിൽ പെട്ടെന്ന്, അല്ലെങ്കിൽ വേഗത്തിൽ എന്ന് 40-ലധികം തവണ മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു. मरकुस रचित सुसमाचार में सबसे खास शब्द है जल्दी और बड़े शीघ्र, तुरंत. ये जल्दीबाजी में इस तरीके से जो शब्द है, बहुत जल्दी, इस तरीके के जो शब्द है मरकुस सुसमाचार में 40 से अधिक बार हम पढ़ सकते हैं. ദൈവത്തിന്റെ പുത്രനായ യേശു ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത് തന്റെ പിതാവിന്റെ പ്രവൃത്തി തികയ്ക്കുന്നതിനു വേണ്ടി ഭൂമിയിൽ ഓടി നടന്ന് രോഗികളെ സൗഖ്യമാക്കുന്നതും അവരെ രക്ഷിക്കുന്നതും ഒക്കെ കാണുവാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് മർക്കോസിന്റെ സുവിശേഷം. मरकुस रचित सुसमाचार में हम देख सकते हैं यीशु मसीह अपने हमारा स्वर्गीय परमेश्वर की कार्यों को धरती पर पूरा करने के लिए बहुत जल्दी भाग भाग कर लोगों को चंगा करते हुए, लोगों को छुटकारा देते हुए हम इस किताब में देख सकता है. അതുകൊണ്ടാണ് 42 തവണ ആ ഉടനെ അല്ലെങ്കിൽ വേഗത്തിൽ എന്ന വാക്ക് നമുക്ക് ഈ ഭാഗത്ത് ഈ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നത്. इसलिए 42 बार इसके अंदर तुरंत, जल्दी, फिर करके हम इस वचन के अंदर देख सकते हैं. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ഒരു കാര്യം പറയാം. നമ്മുടെ യേശുവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അധികം സമയം വേണ്ട. हालेलुया. मैं आपसे एक बात कहता हूं, हमारे प्रभु यीशु मसीह को हमारे जीवन में कार्य करने के लिए बहुत ज्यादा समय की जरूरत नहीं है. നമ്മുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ പോയി കണ്ടാൽ നമുക്കൊരു മരുന്ന് അവർ കുറിച്ചു തന്നാൽ ആ മരുന്ന് കഴിച്ച് ആ രോഗം സൗഖ്യമാകുവാൻ അതിന് കാലമെടുക്കും. हालेलुया. जब हम एक डॉक्टर के पास जाते हैं, वो दवाई लिखता है, वो दवाई को खाने के बाद वो चंगा होने के लिए हमको थोड़ा समय लगता है. നമുക്കൊരു രൂപയുടെ പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് ആ പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കടം വീട്ടുവാൻ നമുക്ക് അതിന് സമയം കാലമെടുക്കുന്നതാണ്. अगर आपके पास कर्जा है तो उसको पूर्तिकरण करने के लिए आपको काम करके ही आप कर पाओगे उसको वापस करना. എന്നാൽ എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം, യേശു നമ്മുടെ ജീവിതത്തെ ഒന്ന് തൊട്ടാൽ, നമ്മുടെ ആ ശരീരത്തെ ഒന്ന് തൊട്ടാൽ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ, നമ്മുടെ കുടുംബത്തെ ഒന്ന് തൊട്ടാൽ മാറ്റം വരുവാൻ അധികം സമയം വേണ്ട. अगर यीशु मसीह अगर आपके जीवन में आकर आपकी बातों के ऊपर एक बार उन्होंने अगर स्पर्श करता तो कभी भी आप देखना आपका जीवन में ज्यादा समय नहीं लगेगा, वो तुरंत होगा. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ഈ യേശുവിന് നിമിഷ നേരം മതി.
आपकी जीवन की परिस्थिति को बदलने के लिए यीशु मसीह को बिल्कुल थोड़े समय की जरूरत है। നമുക്ക് അത് നമ്മൾ ഈ ചിന്തിക്കുവാൻ പോകുന്ന ഭാഗത്ത് നമുക്കത് കാണുവാൻ കഴിയും. आगे हम जो वचन को ध्यान करने जा रहा है उससे हमको पता चल जाता है. ഇവിടെ നമ്മൾ 31 വാക്യത്തിൽ നമ്മൾ വായിച്ചു, സോരിന്റെ അതിർവിട്ട് സീദോൻ വഴിയായി ദക്കപ്പൊലി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീല കടപ്പുറത്ത് യേശു എത്തുകയാണ്. यीशु देखो गलील की झील के पास पहुंच रहा है. നോക്കണമേ, യേശുവിന്റെ വലിയൊരു റൂട്ട് മാപ്പ് നമുക്ക് കാണാൻ കഴിയുന്നു. यहाँ हम देख सकता है गूगल में जैसे मैप मिलता है, इसी जैसे एक लंबा हालेलुया रास्ते का नाप यहाँ मिल जाता है. ഗലീല കടപ്പുറത്ത് താമസിക്കുന്ന യേശു ഈ സോര്, സീദോന്, ദക്കപ്പൊലി ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം സഞ്ചരിച്ച് യേശു മടങ്ങി ഗലീലയിൽ വരുന്ന ഒരു ഭാഗമാണ് അവിടെ വായിക്കുന്നത്. गलीली झील के पास किनारे पर रहने वाला यीशु देखो दक्कपोली, सीदोन और सोर करके देशों को क्रॉस करके आ रहा है. യേശു ഈ ഏറ്റവും അധികം ദൂരം വടക്കോട്ട് നോർത്തിലേക്ക് സഞ്ചരിച്ച ഒരു ഭാഗം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. ഏകദേശം 50 കിലോമീറ്റർ യേശു സഞ്ചരിച്ച ഒരു ഭാഗമാണ് സീദോൻ എന്ന് പറയുന്നത്. यीशु मसीह हालेलुया उत्तर की ओर कम से कम 50 से अधिक किलोमीटर यीशु मसीह पैदल चला हुआ एक जगह है सीदोन करके जो जगह. ആ സീദോനിൽ യേശു എന്തുകൊണ്ടാണ് പോയതെന്ന് അതിന്റെ നമ്മൾ വായിച്ച ഈ ഭാഗത്തിന്റെ തൊട്ടു മുകളിലുള്ള പാരഗ്രാഫിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ ഒരു കനാന്യ സ്ത്രീയുടെ മകൾക്ക് ഭൂതോപദ്രവം ഉണ്ടായ ആ മകളെ സൗഖ്യമാക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. യേശു सीदोन में इसलिए गया, कनानी देश के एक बहन का बेटी को दुष्टात्मा से भरे हुए थे, उसको छुटकारा देने के लिए यीशु उस तरह गए थे. യേശു ആ സ്ത്രീ എന്ന് പറയുന്ന ഒരു കനാന്യ സ്ത്രീയാണ്, ഒരു ജാതീയ സ്ത്രീയാണ്. പക്ഷേ എന്നാൽ യേശു അവിടെ കടന്നു ചെന്ന് ആ സ്ത്രീയുടെ അപേക്ഷ പ്രകാരം ആ മകളെ സൗഖ്യമാക്കുന്നത് നമുക്ക് കാണാം. हालेलुया. यीशु उस कनानी स्त्री एक जादी स्त्री है इस्राएलियों के अनुसार बोलने से, फिर भी यीशु मसीह वहां का कोई भी बात छुआछुओं को ना देखते हुए, उसकी बात को समझते हुए वहां जाकर उस कनानी स्त्री को जाकर छू कर चंगा किया हुआ है, हम देख सकते हैं. ആ സ്ത്രീയോട് മാത്രമാണ് യേശു ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ യേശു ആ സ്ത്രീയോട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയതെന്ന്. हालेलुया. सिर्फ यीशु मसीह वो जादी स्त्री, कनानी स्त्री को ही केवल कहा है, ये स्त्री तुम्हारी विश्वास बहुत बड़े हैं करके. ഞാൻ പറയുന്നത്, നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് വലിയതാണെങ്കിൽ യേശു ഏതറ്റം വരെയും വന്ന് എത്ര ദൂരം സഞ്ചരിച്ചും എങ്ങനെയും യേശു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനിടയായി തീരും. आपकी विश्वास बहुत गहरा है तो आपका जीवन की बात कितने भी बड़ी हो, चाहे कितने भी हालेलुया दिक्कत परेशानी बात हो, दुनिया के सामने कभी होने वाली बात ना हो, अगर आपकी विश्वास अगर बड़ा है तो पक्का आपका काम तुरंत प्रभु आकर करेगा. നമ്മുടെ യേശുവിനെ നമ്മൾ പടങ്ങളിലോ നമ്മൾ രൂപങ്ങളിലോ പ്രതിമകളിലോ ഒന്നും കാണുന്നില്ല. പക്ഷെ നമ്മൾ കാണാത്ത ദൈവത്തെ നാം വിശ്വസിക്കുമ്പോൾ ഈ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീരുന്നു. हालेलुया. हम जिस पर बाइबल में जो विश्वास करने वाला प्रभु यीशु मसीह कोई फोटो में या कोई दीवार में कोई मिट्टी का या लकड़ी का रूप पर बना हुआ रूप में नहीं दिखाई देता, लेकिन वो यीशु आप जहां भी आप उनको पुकारते हैं उस जगह में आकर आपके लिए कार्य करता है. ഈ സകലത്തെയും സൃഷ്ടിച്ച സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമായ ദൈവത്തെ ഒരു രൂപത്തിലോ ഒരു പ്രതിമയിലോ ഒന്നും ഒതുക്കുവാൻ നമുക്ക് കഴിയുകയില്ല. हालेलुया. सर्वज्ञानी, सर्वव्यापी, सर्वशक्तिमान परमेश्वर को मनुष्य बनाए वो किसी चीज पे हालेलुया उसको हालेलुया रुका नहीं कर सकता. നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ ഹൃദയത്തിൽ ഈ സർവശക്തനായ ദൈവത്തെ നമ്മൾ കാണാതെ വിശ്വസിക്കുക. हालेलुया. इस प्रभु यीशु मसीह को अगर दिल से अगर आप विश्वास करो, प्रभु देखना आपका जीवन का हर जगह अद्भुत कार्य करेगा. കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത ദൈവത്തെ കാണാതെ വിശ്വസിക്കുന്നതാണ് സ്വർഗം പ്രസാദിക്കുന്ന വിശ്വാസമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. परमेश्वर का वचन हमको शिक्षा देता है, जो आंखों से नहीं देख सकता उस परमेश्वर को आप अपने दिल से विश्वास करना, वो है सबसे बड़ी खास बात. ഈ ദൈവത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രാപിക്കണമോ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലഭിക്കണമോ, നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ദൈവത്തെ വിശ്വസിക്കുക.
हालेलुया। इस परमेश्वर से अगर आप कुछ भी अगर प्राप्त करना चाहता है तो आप देखो जरूर आप प्रभु यीशु मसीह पर विश्वास करो, बिल्कुल आप हर चीज प्राप्त करेगा। ഈ ലോകത്തിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ, എന്തെങ്കിലും നമുക്ക് ആവശ്യമായത് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുന്നത് പോലെ, രൂപ കൊടുക്കുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പ്രാപിക്കണമോ, നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട നാണയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. हालेलुया। धरती पर जब पैसा देकर हम खरीदते हैं, आप इस धरती पर प्रभु परमेश्वर से कुछ भी अगर आप पाना चाहता हो, प्रभु को देने वाली भेंट है केवल विश्वास। നമ്മൾ നേർച്ചയും കാഴ്ചയും ഒന്നും കാണിക്കുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി നൽകുവാനിടയായിത്തീരും. धन दौलत का कोई भी पैसा प्रभु के चरणों में देने की जरूरत नहीं है। आपके दिल के अंदर विश्वास है तो केवल उतना ही काफी, आपकी जीवन की हर बात को पूरा होगा। ഇന്നു മുതൽ നമുക്ക് ഈ ദൈവത്തെ ഒന്നുകൂടെ ഒരു പടി കൂടി അടുത്ത് നമുക്ക് സ്നേഹിക്കാം, ഒരു പടി കൂടി അടുത്ത് വിശ്വസിക്കാം. आज से एक और कदम हम प्रभु यीशु मसीह के नजदीक आए और उनके साथ हमारी विश्वास को बढ़ाए। വിശ്വസിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവനാണ് നമ്മുടെ കർത്താവ്. जो विश्वास करता है उनको कभी ठुकराता नहीं हमारा प्रभु। ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് നമ്മൾ കാണുന്നു, ഇവിടെ യേശു ചെയ്യുന്ന ഈ സംഭവം നമ്മൾ കണ്ടു. ഇത് ചെവി കേൾക്കുവാനും സംസാരിക്കുവാനും കഴിയാത്ത ഒരു മനുഷ്യനെ ചിലർ ചേർന്ന് യേശുവിന്റെ അടുത്ത് കൊണ്ടുവരികയാണ്. हम देख सकता है हम एक कुछ लोगों ने एक बहरे को जो हकुला भी था उसके पास लेके आते हैं। നോക്കണമേ, ഈ വ്യക്തിക്ക് ഇവിടെ യേശു വന്ന സ്ഥലത്ത് വലിയ പുരുഷാരം കൂടിയിരിക്കുകയാണ്. यहाँ देखो बहुत बड़ा भीड़ यीशु मसीह के पास है। എന്നാൽ ഈ പ്രശ്നമുള്ള വ്യക്തിക്ക് ഈ യേശു വന്നത് അറിയുവാൻ കഴിഞ്ഞിട്ടില്ല. ये जो जिसके पास ये बीमारी है, जो हालेलुया, जो बहरे और हकीले व्यक्ति को यहाँ यीशु है करके उनको मालूम नहीं है। കാരണം എന്താണെന്ന് ചോദിച്ചാൽ യേശു വന്നു എന്നുള്ള വാർത്ത കേൾക്കുവാൻ അവന്റെ ചെവിക്ക് കഴിവില്ല. हालेलुया, यीशु यहाँ आया हुआ है करके उनको सुन नहीं सकता हो। ഈ വ്യക്തിയെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കുമ്പോൾ, ये व्यक्ति के बारे में जब हम सोचते हैं, ആ വ്യക്തിയുടെ അവസ്ഥ എത്ര പരിതാപകരമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ये व्यक्ति का अवस्था बहुत दुखी बात है। ആ വ്യക്തിക്ക് ഈ ഭൂമിയിലുള്ള പക്ഷികളുടെ ശബ്ദമോ പുഴ ഒഴുകുന്നതോ ഒന്നും കേൾക്കുവാൻ കഴിയുന്നില്ല. ये धरती का कोई भी आवाज ये जो बहरे व्यक्ति नहीं सुन सकता। ആ വ്യക്തിയുടെ പ്രിയപ്പെട്ടവരുടെയോ മക്കളുടെയോ ശബ്ദം ഒന്ന് കേൾക്കുവാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല. कभी वो व्यक्ति को दुनिया की लोगों को, अपने रिश्तेदार लोगों की आवाज और उनकी शब्दों को सुनने की मौका कभी नहीं हुआ। അദ്ദേഹത്തിന്റെ ജീവിതം എത്ര ദുഃഖകരമാണെന്ന് നമ്മൾ ഇന്നൊന്ന് ചിന്തിക്കണം. उनकी जीवन बहुत दुखित अवस्था में है। ഈ സൗഖ്യമാക്കുന്ന യേശു അവന്റെ പട്ടണത്തിലുണ്ട്. चंगाई देने वाला यीशु उनकी जगह उनकी देश में आया है। എന്നാൽ ഈ വ്യക്തിക്ക് ഈ യേശു ഉള്ള കാര്യം അറിയാൻ കഴിയുന്നില്ല. ये व्यक्ति कभी नहीं जाना यीशु वहां आया है करके। എന്നാൽ പ്രിയമുള്ളവരെ, ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ, ആ വ്യക്തിയെ യേശുവിന്റെ അടുത്തെത്തിക്കുവാൻ ചില പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. उस व्यक्ति को यीशु मसीह के पास लाने के लिए कुछ व्यक्ति लोगों ने कोशिश किया। ചിലപ്പോൾ അത് അവനെ കൊണ്ടുപോയത് ബന്ധുക്കളായിരിക്കാം, ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം, ചിലപ്പോൾ അയൽവക്കംകാരായിരിക്കാം. हो सकता है उस व्यक्ति को यीशु मसीह के पास तक लेके आया उनकी खास रिश्तेदार लोग हो सकता है, या पड़ोसी लोग हो सकता है, चाहे दोस्त लोग भी हो सकता है। ആ വ്യക്തിക്ക് വിശ്വാസമോ യേശുവിനെ കുറിച്ച് കേട്ടിട്ടോ അല്ല ആ വ്യക്തി യേശുവിന്റെ അടുത്തേക്ക് പോകുന്നത്. वो व्यक्ति यीशु मसीह के पास कोई विश्वास के बिना ही पहुंच रहा है। എന്നാൽ ഒന്ന് നോക്കിക്കേ, അവനെ സ്നേഹിക്കുന്ന, ആ ചെകിടനെ സ്നേഹിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ടായിരുന്നത് കൊണ്ട് അവനെ യേശുവിന്റെ അടുത്തെത്തിച്ചു. देखो, उस व्यक्ति से प्रेम करने वाला कुछ लोग उनके साथ थे, इसी वजह से उनको यीशु मसीह के पास आने का मौका मिला। അതുകൊണ്ട് ആ വ്യക്തിക്ക് സൗഖ്യം ഉണ്ടാകുവാനിടയായി തീർന്നു. किसी की वास्ते वो व्यक्ति चंगा हो गया। അവന്റെ ജീവിതത്തിൽ സന്തോഷം അവന് ലഭിക്കുവാനിടയായി തീർന്നു. उनको जो खुशियां हैं, जो हालेलुया परमेश्वर ने मानव को दिया है, उसको पाने का मौका मिला। പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചാൽ നമ്മളെല്ലാവരും ഇതുപോലെ അല്ലായിരുന്നോ?
हालेलुया। एक बार आप सोचना जरूर है, हम लोग सब कोई न कोई हालत में इसी तरीके से ही था। നമ്മളെല്ലാവരും യേശു ഈ ലോകത്തിൽ വന്നുവെന്നോ ഇങ്ങനെ ഒരു ദൈവം യഥാർത്ഥമായ സത്യദൈവം ഉണ്ടെന്നോ നമുക്ക് ആർക്കും കേൾക്കുവാൻ അല്ലെങ്കിൽ അറിയുവാൻ നമുക്കും കഴിവില്ലായിരുന്നു. हालेलुया। हम कभी नहीं जानते थे ऐसा एक यीशु है जो मानव को छूता है और चंगा करता है और छुटकारा देते हैं, पापों से छुड़ाते करके हम कभी नहीं जाना था। എന്നാൽ നമ്മെ സ്നേഹിച്ച ചിലർ ഈ യേശുവിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരുവാനിടയായി തീർന്നു. हमारे बारे में जानने वाला, हमसे प्रेम रखने वाला कुछ लोग हालेलुया हमको यीशु मसीह की ओर लेके आने की अगुवाई की। ആ യേശുവിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്നത് കൊണ്ട് യേശു നമ്മെ തൊടുവാനിടയായി തീർന്നു. നമ്മുടെ ചെവി തുറന്ന് നമ്മൾ സുവിശേഷം കേട്ടു, ഈ കർത്താവിനെ അറിഞ്ഞു, നമ്മൾ ഈ യേശുവിനെ അറിയുവാൻ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. वो लोगों की निमित्त आज हम देख सकता है, हम प्रभु यीशु मसीह के चरणों में आ गया, हम यीशु मसीह को अपना जीवन का उद्धार करता, हमारा स्वामी, हमारा प्रभु करके स्वीकार करने का मौका मिला। ഇതുപോലെ നിങ്ങളെയൊക്കെ ഓരോരുത്തരെയും സ്നേഹിച്ചിട്ട് ഈ സത്യദൈവത്തെ അറിയാത്തവരോട് ഈ യേശുവിനെ കുറിച്ച് പറയുവാൻ ഈ ഷിബു പാസ്റ്ററെ പോലെയുള്ള ആളുകൾ അവരുടെ സ്വന്തം ഭവനം വിട്ട് ഒക്കെ നിങ്ങളുടെ അടുത്ത് വന്നു നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട്. देखो, हम लोगों का जीवन में प्रभु यीशु मसीह को मिलने के लिए, परिचय देने के लिए दूर दूर से प्रभु की दासों को परमेश्वर ने हमारी घरों में, हमारी गांव में, हमारे शहर में हमारे लिए भेजा। ഇനി ഇതുപോലെ അപ്പോൾ യേശുവിനെ അറിഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്തമാണ് നാം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ അയൽവക്കക്കാർ, നാം സ്നേഹിക്കുന്ന ചിലരെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവരിക എന്നുള്ളത്. तब हमारा काम है, हमारा फर्ज बनता है हालेलुया, हम लोगों को परमेश्वर ने कोई न कोई व्यक्ति के द्वारा प्रभु यीशु मसीह के वचन सुनाकर उनको परमेश्वर का संतान बनाया। अभी हमारा काम है हालेलुया, हमारे द्वारा कुछ लोग यीशु मसीह को जाने, यीशु मसीह की हालेलुया पास आने पाए। നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് കേവലം 70-80 വയസ്സ് വരെ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. हमारा जीवन का ज्यादा से ज्यादा 60, 70, 80, 90 साल के फितरी होते हैं। എന്നാൽ മരണത്തിനപ്പുറമായിട്ടുള്ള ഒരു നിത്യത, ആ ജീവിതം എന്ന് പറയുന്നത് അത് നിത്യതയാണ്, അത് എറ്റേണലാണ്, അത് അവസാനിക്കുന്നതല്ല. हालेलुया, ये मृत्यु का ये 60, 70, 90 साल के बाद एक अनंत काल का जीवन हर एक मानव के पास है, वो कभी खत्म नहीं होता, वो हमेशा की है। നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു, ഈ യേശുവിന് മാത്രമേ നമ്മുടെ ആത്മാവിന് ഒരു രക്ഷ നൽകുവാൻ, നമ്മെ നിത്യതയിൽ എത്തിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന്. हालेलुया, हमारे जीवन में ये पहचान हुआ कि सिर्फ प्रभु यीशु मसीह ही हमारे जीवन में उद्धार दे सकता है, हमारे जीवन में छुटकारा दे सकते हैं, हमको अनंत काल का जीवन दे सकता है। യേശുവിനെ വിശ്വസിക്കാത്ത സകലരും പോകുന്നത് നാശത്തിലേക്കാണ്, ആ നരകത്തിലേക്കാണ്, അത് നിത്യ നരകമാണ്. जो व्यक्ति यीशु मसीह को विश्वास नहीं करता, उनको अपना उद्धार करता, अपना स्वामी करके स्वीकार नहीं करता, परमेश्वर का संतान नहीं बनता, वो व्यक्ति अनंत काल का नरक की ओर जाते हैं। അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ആ നാശത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. हमारा काम है उस हालेलुया ऐसा जो नरक की ओर जाने वाला हर एक व्यक्ति को प्रभु की ओर खींच के लेके आने का काम। നമ്മൾ അതിന് പൂർണ്ണ ഉത്സാഹം കാണിക്കണം. हम इसके लिए बहुत ज्यादा उत्सुक रहना है। നോക്കണമേ, ഇവിടെ ഈ ചെവി കേൾക്കുവാൻ വയ്യാത്ത വ്യക്തിയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവരികയാണ്. देखो, हम यहाँ देख रहा है कुछ लोगों ने ये बहरे व्यक्ति को यीशु मसीह के पास ला रहा है। അതിന്റെ 33-ാം വാക്യത്തിൽ വായിക്കുന്നു, അവനെ കൂട്ടിക്കൊണ്ടുവന്നവർ പറയുന്നു, ഇവന്റെ മേൽ ഒന്ന് കൈവയ്ക്കണം എന്ന് അപേക്ഷിച്ചു. हालेलुया, वहां देखो, जिन्होंने उनको लेके आया वो लोग उनको बोल रहे, प्रभु से बोल रहे, प्रभु जी ये व्यक्ति के ऊपर एक बार हाथ रखिए। 33-ാം വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നു, യേശു അവനെ ആ വലിയ പുരുഷാരത്തിന്റെ മധ്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയാണ്. यीशु उस भीड़ के बीच में से वो व्यक्ति को अलग ले जाता है। യേശു അവനെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചില്ല. यीशु वहां वो प्रसिद्ध होने के लिए इस्तेमाल नहीं किया। അത്രയും ജനങ്ങളുടെ നടുവിൽ വെച്ച് അവനെ കളിയാക്കുവാനോ പരസ്യകോലമാക്കുവാനോ യേശു ശ്രമിച്ചില്ല.
वो उतना बड़ा भीड़ के बीच में यीशु मसीह इसको ऊपर गलत फहमी, उसको टट्टा करना, उसको विरुद्ध बोलने का कोशिश नहीं किया। യേശു അവനെ പുരുഷാരത്തിന്റെ അടുത്ത് നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയാണ്. यीशु उनको लोग भीड़ के बीच में से अलग लेकर गया. എന്നിട്ട് യേശു അവന്റെ പ്രശ്നമുള്ള രണ്ടിടത്ത്, അതായത് ചെവി അവന് കേൾക്കുവാൻ വയ്യ, അതുകൊണ്ട് ചെവിയിലും അവന് സംസാരിക്കുവാൻ കഴിയത്തില്ല, അവൻ ഊമനാണ്, അവന്റെ നാവിന്മേലും യേശു തൊടുവാനിടയായി തീർന്നു. യേശു उनके दोनों जगह, उनके कान बहरे थे और वो हल्के थे, और उनको दोनों जगह जीभ में भी और कानों में भी यीशु छूने लगा. യേശുവിന് ഒരാളെ സൗഖ്യമാക്കുവാൻ തൊടേണ്ട ആവശ്യമില്ല. यीशु मसीह को एक व्यक्ति को चंगा करने के लिए उनको छूना कोई जरूरी नहीं है. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ അവന് സൗഖ്യം വരും. यीशु एक शब्द अगर बोलेगा तो वो व्यक्ति चंगा जरूर हो जाता है. നമ്മൾ ബൈബിളിൽ നമുക്കറിയാം, നമ്മുടെ യേശു ഒരു വാക്ക് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഈ ഭൂമിയിലുള്ള സകലതും ഉളവായി വന്നെങ്കിൽ യേശുവിനെ തൊടേണ്ട ആവശ്യമില്ല. हमारा प्रभु परमेश्वर एक शब्दों के द्वारा होने दे करके जो बोला, धरती का हर एक चीज हुआ है. तो हालेलुया, हमारे यीशु मसीह को हर एक चीजों को अपने हुक्म से करा सकता है. യേശു എന്തുകൊണ്ടാണ് അവന്റെ ചെവിയിലും വായിലും തൊട്ട് സൗഖ്യമാക്കിയതെന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളുണ്ട്. यीशु मसीह उनको कान और उनकी मुंह पर उंगली लगाकर उनको छूकर चंगा करने के पीछे दो कारण हैं. ഒന്ന്, അവന്റെ പ്രശ്നമുള്ള ഭാഗത്തെയാണ് യേശു ആ ഭാഗത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് യേശു ശ്രമിക്കുന്നതെന്ന് അവന് മനസ്സിലാക്കണം. हालेलुया, उनको सब समझाना जरूर पड़ता है. उनकी जहां परेशानी है, जहां वो उनको रुकावट है, बात नहीं कर पाता, सुन नहीं पाता, उसी जगह को ही प्रभु छू कर चंगा कर रहा करके उसको समझाना प्रभु चाहता है. രണ്ടാമത്, ഈ വ്യക്തിക്ക് ചെവി കേൾക്കുവാനും പറയുവാനും കഴിയാത്തത് കൊണ്ട് ഇവനെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയവനാണ്. കാരണം മറ്റുള്ളവർ ഇവനോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുമ്പോൾ ഇവന് മനസ്സിലാക്കാത്തത് കൊണ്ട് ഇവനെ പലരും അകറ്റി നിർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. ये व्यक्ति हर एक समूह के समाज के बीच में से इसको अलग किया हुआ व्यक्ति था, क्योंकि ये ना बोलता था ना सुनता था, इसीलिए लोग इसको टुकराते थे, दूर दूर रखते थे. इसलिए यीशु मसीह चाहता था इसको छू कर, इसको स्पर्श कर मैं इसको चंगा करूं. അങ്ങനെ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്ന വ്യക്തിയോടുള്ള ദൈവത്തിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ മനസ്സലിവും സ്നേഹവുമാണ് ആ സ്പർശനത്തിലൂടെ യേശു വെളിപ്പെടുത്തുന്നത്. जो व्यक्ति को अलग समाज के बीच में से अलग करके रखा हुआ है, उसी व्यक्ति की ओर जो प्यार दिखाने की बात है, यीशु मसीह ने उसको हालेलुया जो अलग ले जाकर उसकी प्रेम का प्रकट है, उसको छू कर चंगा करना. ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങൾ ആരെങ്കിലും യേശുവിനെ പിൻപറ്റിയത് കൊണ്ട് അല്ലെങ്കിൽ യേശുവിനെ ആരാധിക്കുന്നത് കൊണ്ട് നിങ്ങളെ വീട്ടുകാർ, സമൂഹമോ ആരെങ്കിലും ഒറ്റപ്പെടുത്തി നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നിന്റെ നാം ആരാധിക്കുന്ന യേശു നമ്മെ ഇന്ന് ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ അരികിലുണ്ട്. आज देखो, प्रभु यीशु मसीह को पाने की वजह से आप समाज में, समूह में अगर आप अकेलापन महसूस करता है तो आप विश्वास कीजिए, आपको तसल्ली देने वाला, आपसे प्रेम करने वाला एक प्रभु परमेश्वर आपके पास है. वो आपसे बहुत प्रेम करते हैं. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ അവൻ നമ്മുടെ കൂടെയുണ്ട്. वो आपके आंसुओं को पोंछने के लिए आपके करीब है. ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും പല അവസരത്തിൽ വന്നപ്പോഴും സ്തോത്രം, ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരൊഴുക്കുമ്പോൾ അവൻ അടുത്തു നിന്ന് ആശ്വസിപ്പിക്കുന്ന ഒരാശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. जीवन में जब कठिनाइयां परेशानियां जब हुआ, हम घुटना टेकर प्रभु के चरणों में जब प्रार्थना किया, हमने महसूस किया वो प्रभु हमारे जीवन के आंसुओं को पूछा. हालेलुया, हमारे जीवन को, दिक्कत को, परेशानी को हमारी को तसल्ली देकर हमारी को हालेलुया शांति दिया. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്റെ ചർച്ചിൽ ഞാൻ പറയാറുണ്ട്, നമ്മള് ഒരു ദീർഘനിശ്വാസം വിട്ടാൽ, ഒന്ന് ഏങ്ങലടിച്ചാൽ അതിന്റെ ഭാഷ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. आप एक बार अपने हृदय के अंदर से एक आह, एक धड़कन, वो हालेलुया आपके अंदर से जब निकलता है, उसी को भड़कने वाला है हमारा प्रभु यीशु मसीह.
അതുപോലെ മനസ്സലിവുള്ള, സ്നേഹമുള്ള, കരുണയുള്ള ഒരു യേശുവിനെയാണ് നാം പിൻപറ്റിയിരിക്കുന്നത്. इस तरह प्रभु हमसे प्रेम करता है, हमसे हालेलुया दया करता है, हमके ऊपर करुणा दिखाता है. നോക്കണമേ, ഇവിടെ ഈ യേശുവിനോട് ഈ കൊണ്ടുവന്ന വ്യക്തികൾ പറഞ്ഞില്ല ഇവന്റെ ചെവി കേൾക്കാൻ വയ്യ, നാവിന് വയ്യ എന്ന് ഈ കൊണ്ടുവന്ന വ്യക്തികൾ പറഞ്ഞില്ല. അവര് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, യേശുവെ ഒന്ന് കൈവെക്കണമെന്നേ പറഞ്ഞുള്ളൂ. हालेलुया, ये जो लेके आया, ये मेरे व्यक्ति को लेके आया, वो लोगों ने कभी यीशु को नहीं कहा प्रभु जी उनको छू कर चंगा करो, उनके कान में आप हाथ डालो, उनके मुंह में हाथ डालो करके नहीं बोला. उनको बोला पिताजी उनके ऊपर हाथ रखो, एक बार आप प्रार्थना कीजिए. ഒരു മുടന്തനോ അല്ലെങ്കിൽ ഒരു കുരുടനോ ആണെങ്കിൽ ഒരാൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇയാളുടെ കാല് വയ്യ അല്ലെങ്കിൽ കണ്ണ് കാണാൻ വയ്യ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. हालेलुया, हम देख सकता है अगर एक अंधा व्यक्ति हो या बहरा व्यक्ति हो, हम देख सकता है बाहर से पता चल जाता है कि एक व्यक्ति किस तरीके से लंगड़ा व्यक्ति है, तो पता चल जाते है व्यक्ति किस तरीके का व्यक्ति है कर. എന്നാൽ ഇവിടെ യേശുവിനോട് അതാരും പറഞ്ഞില്ല. लेकिन यहाँ देखो यीशु मसीह के साथ किसी ने बोला नहीं. പക്ഷെ യേശു നേരെ അവന്റെ പ്രശ്നമുള്ള ഇടത്താണ് യേശു കൈവെക്കുന്നത്. देखो हम देख सकते हैं यीशु मसीह सीधा जाकर उन्होंने बोला उनको हाथ रखकर प्रार्थना करो करके बोला. यीशु मसीह सीधा जाकर जहां उसकी परेशानी थे, हालेलुया, वहां उसको यीशु मसीह छू रहा है. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള പ്രയാസം എന്താണെങ്കിലും, പ്രതികൂലം എന്താണെങ്കിലും, വിഷയം എന്താണെങ്കിലും അത് ദൂരത്ത് നിന്നേ അറിയുന്നവനാണ് നാം ആരാധിക്കുന്ന യേശു. हालेलुया, आपका जीवन का परेशानी कितना भी बड़े हो, चाहे कोई भी परेशानी हो, दुनिया ना जाने, लेकिन आपकी परेशानी को दूर से समझने वाला है हमारा प्रभु. നാം പ്രാർത്ഥിക്കും മുമ്പേ നമ്മുടെ വിഷയങ്ങളെ അവൻ അറിയുന്ന ദൈവമാണ്. हम प्रार्थना करने से पहले हमारी विषयों को प्रभु जानते हैं. നെറ്റ് പോയോ? അവിടുത്തെ നെറ്റ് കട്ടായല്ലോ. നെറ്റ് ഒന്ന് പോയായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല പക്ഷെ കേൾക്കാം. പറഞ്ഞോ. അപ്പോൾ യേശുവിന് നമ്മൾ പ്രാർത്ഥിക്കും മുമ്പേ നമ്മുടെ വിഷയങ്ങളെ അറിയുന്നവനാണ് യേശു. हमारा प्रार्थना से पहले यीशु हमारी जीवन की बातों को जानते हैं. നമ്മുടെ ഹൃദയത്തിന്റെ മുറിവുകളെ, ആഴങ്ങളെ മനുഷ്യർക്ക് കാണാതിരിക്കാൻ കഴിയുമ്പോൾ അത് കാണാൻ കഴിയുന്നവനാണ് യേശു. हमारे हृदय की बहुत गहरे चोट को दुनिया की लोग नहीं जानते हैं, लेकिन आपको जानने वाला है प्रभु परमेश्वर. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ ഭക്തനായ ദാവീദ് ഇങ്ങനെ പറഞ്ഞത്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. इसलिए दाऊद भजन संहिता के अंदर लिखा है, टूटे हुए मनों को और हलेली फिसले हुए दिलों को तू नहीं छोड़ता. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ അടുത്ത് നാം ഒരു ഹൃദയ നുറുക്കത്തോടെ, സമർപ്പണത്തോടെ കടന്നു വരുന്നെങ്കിൽ നമ്മുടെ വിഷയങ്ങളെ സ്വർഗം അറിയുന്നു. हालेलुया, अगर आप टूटे हुए मन के साथ प्रभु की चरणों में अगर आता है, तो प्रभु आपकी जीवन की बातों को जान रहा है. 34-ാം വാക്യത്തിൽ വായിക്കുന്നു, സ്വർഗത്തിലേക്ക് നോക്കി യേശു നെടുവേർപ്പെട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫാഥ എന്ന് പറഞ്ഞു. हालेलुया, यीशु वहां हालेलुया स्वर्ग की ओर देखकर आह भरते हुए कहा, इफ्ताह करके कहा. നോക്കണമേ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച യേശു പറയുകയാണ്, ദൈവമായിരിക്കുന്ന യേശു ഈ വ്യക്തിയെ സൗഖ്യമാക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. हालेलुया, सर्वशक्तिमान परमेश्वर, हालेलुया, प्रभु यीशु मसीह, हालेलुया, व्यक्ति को चंगा करने से पहले स्वर्ग की ओर देख रहा है. നോക്കണമേ, ദൈവം തന്നെയാണ് യേശുവെങ്കിലും ആ പിതാവിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ പിതാവിൽ നിന്ന് ഉള്ള ആ ഒരു ഉത്തരവിന് വേണ്ടിയിട്ട്, ആ പിതാവിൽ നിന്നുള്ള ഒരു അനുവാദത്തിന് വേണ്ടിയിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. प्रभु यीशु मसीह खुद परमेश्वर है, लेकिन स्वर्ग की ओर इसलिए वो देख रहा, परमेश्वर से अपना पिता से एक बार उनको लिए अनुवाद मिले ये धरती पर अपने काम को प्रकट करने के लिए.
മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ദൈവം നമ്മെ ദൈവത്തോടുള്ള ആശ്രയ മനോഭാവം നമ്മെ പഠിപ്പിക്കുകയാണ്. हालेलुया, धरती पर जो व्यक्ति हालेलुया उतर आया प्रभु हालेलुया मनुष्यों को सामने एक आदर का बात को उनको शिक्षा दे रहा है. പ്രിയമുള്ളവരെ, ഒന്ന് ഓർത്തു നോക്കിക്കേ, സാക്ഷാൽ ദൈവമായ യേശുവിന് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിക്കണമായിരുന്നെങ്കിൽ, ദൈവത്തിൽ നിന്ന് അനുവാദം വാങ്ങിക്കണമായിരുന്നുവെങ്കിൽ, കേവലം മനുഷ്യരായ നമുക്ക് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എത്ര അത്യാവശ്യമാണ്. देखो, प्रभु यीशु मसीह खुद परमेश्वर होने के बाद मनुष्य जन्म लेकर ये धरती पर आकर देखो, जब अपना काम करते हुए परमेश्वर के सामने हालेलुया दंडवत करते, प्रभु से विनती करता है, तो हम केवल एक मनुष्य होने के बाद हमारे जीवन में कितनी बड़ी प्रार्थना हमको करना जरूरी है करके हम सोच सकते हैं. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ്, നാം ഒരു കാര്യത്തിന് കാലെടുത്തു വെക്കുന്നതിന് മുമ്പ്, അത് ചെറിയ കാര്യമായിക്കൊള്ളട്ടെ വലിയ കാര്യമായിക്കൊള്ളട്ടെ, നാം നമ്മുടെ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടേ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങാവുള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് വേണം കഴിക്കുവാൻ. നമ്മുടെ മക്കളുടെയോ ഒക്കെ വിഷയത്തിന് വേണ്ടി നാം ഇറങ്ങുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി നാം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇറങ്ങുവാൻ. हमारे जीवन का हर एक जगह उठना बैठना चलना फिरना कोई भी काम, चाहे आप खाना खाने निकल रहे या बाहर बाजार जाने जा रहे, स्कूल जाने जा रहे, काम के लिए जा रहा है, खेती पे जा रहा है, जंगल में जा रहा है, कहीं भी आप जाते हो, सबसे पहले एक बार आप प्रार्थना करने के बाद घर से निकलने की कोशिश कीजिए. वही शिक्षा आप रखिए. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നതിന് മുമ്പ്, നമ്മുടെ വാഹനമെടുത്ത് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്തേക്ക് രാവിലെ പോകുവാൻ ഇറങ്ങുമ്പോൾ ഒക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നെങ്കിൽ അന്നത്തെ ദിവസം അനുഗ്രഹമായി തീരുവാനിടയായി തീരും. ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എല്ലാം ദൈവം നമ്മെ വിടുവിക്കുവാൻ, അവന്റെ സംരക്ഷണത്തിന്റെ മറവിൽ നമ്മെ മറയ്ക്കുവാനിടയായി തീരും. रोज जो भी काम करने के लिए जब आप घर से निकलते हैं हालेलुया, चाहे बाजार में जा रहे हो, चाहे खेती बाड़ी के लिए जा रहे हो, चाहे काम करने जा रहे हो, कोई भी काम के लिए जब आप घर से बाहर निकलते वक्त आप पक्का प्रार्थना करके निकलिए. देखना उस दिन वो दिन जिस दिन आप प्रार्थना करके घर से निकलेगा, बहुत खुशी का और आनंद का बहुत सुरक्षित दिन होगा आपके लिए वो दिन. ഇവിടെ യേശു സ്വർഗത്തിലേക്ക് നോക്കി, അത് കഴിഞ്ഞ് അവിടെ വായിക്കുന്നു, യേശു നെടുവീർപ്പിട്ടു എന്ന് വായിക്കുന്നു. हालेलुया, वहां हम देख सकता है यीशु स्वर्ग की ओर देखकर आह भरते हुए हम देख सकता है. എന്തുകൊണ്ടാണ് നെടുവീർപ്പിട്ടതെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഈ ക്ഷയമുള്ള അല്ലെങ്കിൽ നശ്വരനായ മനുഷ്യന്റെ, അല്ലെങ്കിൽ ഈ പാപം നിറഞ്ഞ ലോകത്തിലുള്ള മനുഷ്യന്റെ ആ പരിതാപകരമായ അവസ്ഥ നോക്കിയിട്ട് ദൈവമായവൻ നെടുവീർപ്പിടുകയാണ്. हालेलुया, मनुष्यों को कमजोरी को देखकर यीशु मसीह वहां आह भर रहा है. അത് കഴിഞ്ഞ് യേശുവിന്റെ സമയത്തെ ഭാഷയായ അരാമ്യ ഭാഷയിൽ പറയുകയാണ്, ബി ഓപ്പൺഡ്, തുറന്നു വരട്ടെ. हालेलुया, वहां देखो यीशु मसीह उसके बाद हालेलुया अपना अरामिया भाषा में खुल जाने की जैसा कहता है, हालेलुया इफ्ता करके कहता है. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ, യേശു തുറന്നു വരട്ടെ എന്ന് കൽപ്പിച്ചാൽ ഒരു വാതിലിനും അടഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല. यीशु ने हुक्म दिया खुल जा करके बोला, तो देखना दुनिया की कोई भी ताकत कोई भी चीज को बंद नहीं कर सकता. അവിടെ പറയുകയാണ്, ഉടനെ അവന്റെ ചെവി തുറന്നു. वहां हम देख सकते हैं तुरंत उसका कान खुल गया. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ പിന്നെ അതിന് താമസമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ 42 തവണ ഉടനെ എന്ന വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നു. हालेलुया, वहां देख सकता है उसके कान खुल गया, तुरंत खुल गया. इसलिए मैंने कहा मरकुस सुसमाचार में तुरंत जल्दी करके 42 बार लिखा है. അവന്റെ ചെവി ഉടനെ തുറക്കുവാനിടയായി തീർന്നു. कान तुरंत खुल गया. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഞാനൊരു ദൂത് പറയാം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമയമെടുക്കുമെന്ന് വിചാരിക്കുന്നത് ഒത്തിരി ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുക്കുമെന്നുള്ള കാര്യങ്ങൾ ഉടനെ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. हालेलुया, आप कभी सोचता है मेरे ये बच्चों का काम, मेरा ये काम बहुत समय लगेगा, टाइम लगेगा, साले लगेगा करके जो आप सोचते हो, अगर प्रभु के सामने आप घुटना टेकर अगर प्रार्थना करते हैं तो वो काम देखना आप जैसे सोचते बढ़कर बहुत तुरंत हो काम होगा. समय
നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ ചിന്തകൾ അനുസരിച്ച് ചിലപ്പോൾ അതിന് ആഴ്ചകളും മാസങ്ങളും വേണമെന്ന് നമ്മൾ കണക്കുകൂട്ടിയിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാകാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് ഇന്ന് പറയുകയാണ്, സ്തോത്രം, നിങ്ങളുടെ ആ വിഷയം ഉടനെ നടക്കാൻ പോവുകയാണ്. आप बहुत सोचता होगा ये टाइम लगेगा, लेकिन प्रभु की वचन में आश्रय पाकर प्रार्थना में निरंतर रहने वाले का जीवन में हर एक काम तुरंत होने जा रहा है. വിശ്വസിച്ച് ദൈവത്തിന്റെ ഈ വാക്കിന് ആമേൻ പറഞ്ഞാട്ടെ. आप विश्वास के साथ ये वचन को आमीन कहे. നിങ്ങളുടെ മുമ്പിലുള്ള ചില വിഷയങ്ങൾ, സ്തോത്രം, ഹല്ലേലൂയ, ശത്രുവായവൻ, പിശാചായവൻ ചിലപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ടാവാം. എന്നാൽ കർത്താവ് ഇന്ന് കൽപ്പിക്കുന്നു, തുറന്നു വരട്ടെ എന്ന്. एक बात हो सकता है शैतान आपके सामने बंद करके रखा है, लेकिन ये जो आज वचन यीशु आज वचन के द्वारा हुक्म देता है, हे खुल जा करके इफ्ता करके कह रहा है. നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന ചില വഴികൾ ഈ ദിവസങ്ങളിൽ തുറക്കാൻ പോവുകയാണ്. आपके लिए जो रुकावट रास्ताएं मार्गे हैं आज खुल जाने जा रहा है. നിങ്ങൾ വിചാരിക്കുന്ന വഴിക്കായിരിക്കില്ല ചിലപ്പോൾ ആ വഴികൾ തുറക്കുന്നത്. आप जिस तरीके से सोचता है उस तरीके से नहीं होगा, वो मार्ग खुलता है. മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയ ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ എത്തപ്പെട്ടത് ചെങ്കടലിന്റെ മുമ്പിലാണ്. हालेलुया. इस्राएल मिस्री से निकला हुआ इस्राएल लोग आकर रुका है लाल समुद्र के सामने. മോശ വിചാരിച്ചു, ആ 25 ലക്ഷം വരുന്ന ഇസ്രായേൽ ജനം വിചാരിച്ചു, ദൈവം ഞങ്ങളെ കൊല്ലുവാനാണോ ഈ ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. 25 लाख से अधिक लोग जो मूसा के साथ था, वो लोग सोचा, देखो ये लोग हमको क्या लाल समुद्र के सामने लाकर मारने के लिए लेके आया. ആ സമുദ്രത്തിന്റെ നടുവിൽ ഒരു വഴിയുണ്ടെന്ന് ആ ജനത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. वो लाल समुद्र के बीच में एक रास्ता है करके वो लोगों को समझ में नहीं आया. എന്നാൽ സർവശക്തിയുള്ള ദൈവത്തിന്, സ്തോത്രം, ആ സമുദ്രത്തിന്റെ നടുവിൽ ഒരു വഴി ഒരുക്കി അവരെ രക്ഷിക്കുവാൻ കഴിഞ്ഞു. हालेलुया. वो समुद्र के बीच में एक बहुत बड़ा रास्ता प्रभु ने खोलकर उनको आगे बढ़ाया. ഇന്ന് രാത്രി ഞാൻ എന്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയുവാൻ കഴിയും, സ്തോത്രം, ഹല്ലേലൂയ, ആ ചെങ്കടലിന്റെ മധ്യത്തിൽ ആരും മനുഷ്യർ കാണാത്ത ഒരു വഴി ദൈവത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വിചാരിക്കാത്ത ഇടത്ത് ദൈവത്തിന്റെ വഴി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. वो लाल समुद्र के सामने अगर आज तक मनुष्यों को सोच नहीं सकता था, उस तरीके के एक रास्ता अगर प्रभु ने अगर उनके लिए खोल दिया, तो आप आज तक नहीं सोचा हुआ एक रास्ता प्रभु आपके लिए खोलने जा रहा है. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഈ എന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ യേശുവിന്റെ വഴി തുറന്നു വരട്ടെ. हालेलुया. यीशु मसीह के नाम में मैं हुक्म देता हूँ, मेरे भाई लोग जो जूम मीटिंग में जुड़े हुए हर एक लोगों के जीवन में यीशु मसीह का एक रास्ता खुल जाने पाए. ഈ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങൾ ചിന്തിക്കാത്ത, കരുതാത്ത, അങ്ങനെ ഒരിക്കലും നടക്കുമെന്ന് വിചാരിക്കാത്ത വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. हालेलुया. मेरे साथ जूम मीटिंग में जो शामिल होने वाला हर एक व्यक्ति कभी नहीं सोचने वाला, कभी हालेलुया कभी दिमाग में भी नहीं आने वाला, स्वप्न में भी नहीं आने वाला, उस तरीके के एक बहुत बड़ा रास्ता यीशु मसीह के पवित्र नाम में आज रात को खुल जाने पाए. यह फदा ആമേൻ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വഴി തുറന്നു വരട്ടെ. यीशु मसीह की पवित्र नाम में हुक्म देता हूँ, खुल जा, रास्ता खुल जा उनके लिए. അത് ഉടനെ സംഭവിക്കട്ടെ. അത് തുരന്ത് होने पाए, तुरंत जल्दी होने पाए. അവിടെ വായിക്കുന്നു, യേശു ഇത് കൽപ്പിച്ച ഉടനെ അവന്റെ ചെവി തുറക്കുവാനിടയായി തീർന്നു, അവന്റെ നാവിന്റെ കെട്ടഴിയുവാനിടയായി തീർന്നു. हम पढ़ते हैं, जैसे यीशु मसीह ने बोला उसी टाइम उनकी कान खुल गया, उनकी जीभ की गाड़ भी खुल गया, वो साफ साफ बोलने लगा. നമ്മുടെ ജീവിതത്തിൽ പിശാചായവൻ കൊണ്ടുവച്ചിരിക്കുന്ന കെട്ടുകളെ അഴിപ്പാൻ യേശു ശക്തനാണ്. आपकी जीवन में जो कुछ भी बंधन है, ये जो शैतान ने और दुनिया ने लाया, वो खोलने के लिए यीशु आपके लिए काफी है. നമ്മളെ ഞെരുക്കുന്ന, നിങ്ങളെ ഞെരുക്കുന്ന, സ്തോത്രം, അല്ലേ, ശത്രുവിന്റെ ഏത് വിഷയമായിക്കൊള്ളട്ടെ, ആ കെട്ടഴിപ്പാൻ യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. आपको कठिन करने वाला, दिक्कत करने वाला, परेशान करने वाला कोई भी बंधन हो, उसको खोलने के लिए यीशु आपके पास है. समय അവിടെ പറയുന്നു, അവന്റെ ഉടനെ ചെവി തുറന്ന് നാവിന്റെ കെട്ടുവഴിഞ്ഞ് ശരിയായി സംസാരിച്ചു. हालेलुया. वहां हम देख सकता है उनकी जीभ जबान खुल गया, उनका कान भी सुनने लगा.
നോക്കണമേ, ഈ വ്യക്തിക്ക് നമുക്കറിയാം, ചെവി കേൾക്കാൻ വയ്യാത്ത ഒരാൾക്ക് പറയുവാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവന് ഒന്ന് കേട്ട് പഠിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. हम देख सकता है जो व्यक्ति कान बंद हो और जबान में से नहीं बोल पाता, वो कभी खुलने के बाद वो बोल नहीं सकता जल्दीबाजी में. നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് പഠിച്ചത് കൊണ്ടാണ് നമുക്ക് സംസാരിക്കുവാൻ കഴിയുന്നത്. हमारी भाषा इसलिए आते हैं कि हम बचपन से सुनते हैं, हम वो जैसे सुनते हैं उसी जैसे हम बोल रहा है, इसलिए हम लोग बोल पा रहा है. എന്നാൽ ഇവിടെ നോക്കണമേ, യേശു തൊട്ട് കഴിഞ്ഞപ്പോൾ അതുവരെയും കേട്ടു പഠിക്കാത്ത ആ വ്യക്തി സംസാരിച്ചു എന്ന് മാത്രമല്ല, അവൻ ശരിയായി സംസാരിച്ചു എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്. देखो ये व्यक्ति का गार्ड भी खुल गया, वो साफ साफ बोलने लगा करके यहाँ लिखा है. അത് നോക്കണമേ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. യേശു ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്താൽ അത് ശരിയായിട്ടുള്ള പ്രവൃത്തിയായിരിക്കും. यीशु अगर किसी के व्यक्ति का जीवन में अगर कार्य किया तो वो एकदम साफ साफ कार्य करता है. समय നോക്കണമേ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഏത് മേഖലകളിലും ആയിക്കൊള്ളട്ടെ, അത് പൂർണ്ണതയുള്ള പ്രവൃത്തിയായിരിക്കും. यीशु कोई भी काम करता है, कोई भी जगह में हो, वो बिल्कुल पूर्ण रीति से करता है. आमीन. ആമേൻ. നമ്മുടെ യേശു ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. हमारे यीशु जो भी काम करता है एकदम सिद्ध काम करता है. അത് കഴിഞ്ഞ് താഴേക്ക് വായിക്കുന്നു, ഇത് ആരോടും പറയരുതെന്ന് യേശു അവനോട് പറഞ്ഞു വിടുകയാണ്. यीशु उनको बोलता है किसी से नहीं कहना. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ യേശു പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമുക്ക് സമയമായി. യേശു ऐसा क्यों बोला है? കാരണം യേശു വന്നത് ലോകത്തിന്റെ രക്ഷിതാവായിട്ടാണ്. यीशु इसलिए आया कि दुनिया की उद्धारकर्ता के रूप पर आया. എന്നാൽ യേശു സൗഖ്യമാക്കിയവനെ മിണ്ടാതിരിക്കുവാൻ കഴിയുകയില്ല. यीशु जिसको चंगाई किया वो लोग नहीं चुप रह सकता. അവൻ അവിടെ എല്ലാം പറഞ്ഞ് ആ ദേശം മുഴുവൻ അവർ പറഞ്ഞു വരുത്തുവാൻ ഇടയായി തീർന്നു. യേശു സകലതും നന്നായി ചെയ്തു. वो दुनिया भर में बोलने लगा, यीशु मेरे जीवन में चमत्कारी कार्य किया. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു നമ്മുടെ ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്യുന്നവനാണ്. यीशु हमारे जीवन में सिर्फ भलाई काम करते हैं. അവൻ ദോഷമായിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തില്ല. कोई बुरा काम वो नहीं कर सकता. ആ നാവിന്റെ കെട്ട് യേശു അഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തെ കുറിച്ച്, യേശുവിനെ കുറിച്ച് അവിടെ എല്ലാം പറയുവാനിടയായി തീർന്നു. उसकी जबान खुल गया, उसका कान सुनने लगा तो यीशु के बारे में उस जगह में जाकर सबको बताने लगा. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതുപോലെ ഒരിക്കൽ ചെവി കേൾക്കാൻ വയ്യാതെ ഈ യേശുവിനെ കുറിച്ച് കേൾക്കാത്തവരായിരുന്നു നാം. എന്നാൽ യേശു ഒരിക്കൽ നമ്മെ തൊട്ടു. ഈ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം നമ്മൾ കേട്ടു. ഈ യേശുവിനെ അറിയുവാൻ ഇടയായി തീർന്നു. നമ്മുടെ നാവ് തുറക്കുവാൻ ഇടയായി തീർന്നു. यीशु के बारे में हम नहीं जानते थे, यीशु हमको छुआ, यीशु हमारी जुबान को खुल गया, हमको ताकत दिया, बल दिया, हिम्मत दिया. हम देखो यीशु मसीह की चेले लोग बन गया. അങ്ങനെയെങ്കിൽ നാം ഇനി എന്ത് ചെയ്യണം? ഈ വ്യക്തിയെ പോലെ, യേശു സൗഖ്യമാക്കിയ വ്യക്തി, യേശുവിനെ അറിഞ്ഞ വ്യക്തി, നാം ഇനി യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനിടയായി തീരണം. व्यक्ति ने दुनिया के बीच में यीशु मसीह के कहा, उससे बढ़कर हम लोगों को बीच में यीशु मसीह के बारे में कहना जरूरी है. ഈ വ്യക്തി യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നതുപോലെ ചിലരെ നമുക്ക് യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ये व्यक्ति को जैसे लोगों ने यीशु मसीह के पास लेके आया, उसी जैसा हम भी बहुत लोगों को यीशु मसीह के पास लेके आने पाए. യേശു നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചെങ്കിൽ അവൻ അത് നന്നായി ചെയ്തെടുക്കുന്ന ദൈവമാണ്. अगर हमारे जीवन में एक भला काम शुरू किया तो ये चंगा तरीके से वो करेगा. ഈ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ വിശ്വസിച്ച് ഏൽപ്പിക്കാം. ये प्रभु की हाथों में हम एक बार विश्वास के द्वारा, वफादारी के द्वारा हम अपने आप को समर्पण करें. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. हालेलुया. प्रभु सबको बहुताय से आशीष दे. एक वचन में आपके लिए प्रार्थना करना चाहता हूँ. എല്ലാവരും കണ്ണുകൾ അടച്ച്, ആയിരിക്കുന്ന സ്ഥലത്ത് എല്ലാവരും കണ്ണുകൾ അടച്ച് ഭക്തിയോടെ ആയിരുന്നാണ്. हर एक लोग आंख बंद करके अपनी जगह में भक्ति के साथ होने पाए. ദൈവമേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. स्वर्गीय पिता, हम धन्यवाद के साथ आपको स्तुति करते हैं. നിന്റെ മക്കളെ, ഈ വചനം കേട്ട എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. पिताजी, हर एक लोग जो वचन सुना है सबको आशीष दीजिए. കർത്താവെ, നിന്നെ അറിയുവാൻ ഞങ്ങൾക്ക് നീ അവിടുത്തെ ഭാഗ്യം തന്നതിനായി സ്തോത്രം. पिताजी, आपको जानने का मौका हमारे जीवन में दिया, इसलिए धन्यवाद. അവിടുത്തെ വചനത്തിലൂടെ കർത്താവെ സ്തോത്രം, അവിടുന്ന് അരുളി ചെയ്തതുപോലെ എന്നെ കേട്ട ഈ അവിടുത്തെ വചനം കേട്ട നിന്റെ മക്കളെ അനുഗ്രഹിക്കുമാറാകണമേ. पिताजी, आपकी वचन सुनने वाला हर एक व्यक्ति जैसे आप वचन के अंदर आशीष दिया, उसी ഈ जैसे ദിവസം करे.
ഈ ദിവസങ്ങളിൽ അവർ പ്രാർത്ഥിക്കുന്ന, അവർ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ വഴി തുറന്നു വരട്ടെ. पिताजी वो लोग जिस बातों में दुखी थे और एक जगह रास्ता खुल जाने पाए. യേശുവിന്റെ നാമ മഹത്വം എടുക്കുവാനിടയായി തീരണം. यीशु मसीह की पवित्र नाम हालेलुया वहां चंगा होने पाए. അവരുടെ ആത്മീയ മേഖലകളിൽ, കുടുംബ മേഖലകളിൽ, അവർ ജോലി ചെയ്യുന്ന സ്ഥാനങ്ങളിൽ, അവരുടെ ആരോഗ്യത്തിൽ എല്ലാം കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. हालेलुया वो लोग जहां भी काम करते हर जगह यीशु मसीह की काम वो कार्य होने पाए. സകലതും യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കുമാറാകണം പിതാവേ. हर एक बात यीशु मसीह की पवित्र नाम में मांगता हूं, धन्यवाद के साथ पिताजी. आमीन. പ്രൈസ് ദി ലോർഡ്. आमीन. जय मसीह. थैंक यू. എന്റെ എല്ലാ സഹോദരങ്ങൾക്കും യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. आपकी सबको प्रभु यीशु मसीह की पवित्र नाम में उसने वंदन देता हूं. ഇങ്ങനെ അവസരം തന്ന ശിവപാസ്റ്റർക്ക് നന്ദി. ये अवसर दिया कलीसिया के लिए धन्यवाद. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഒരു ദിവസം നിങ്ങളെ വന്ന് നേരിട്ട് നമുക്ക് കാണുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. और प्रभु मुझे सहमत देता तो एक दिन में खुद आपके पास आकर आप लोगों से सब व्यक्तिगत रूप से मिलना चाहता हूं. God bless you all. प्रभु आपको सबको आशीष दे. Praise the Lord. थैंक यू. थैंक यू. प्रभु का दास धन्यवाद. हम ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം പ്രസംഗിച്ചതിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൂടുതലായി നന്മ തരട്ടെ. ദേശത്ത് ദൈവം ഉപയോഗിക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുവാൻ കടംപെട്ടിരിക്കുന്നു. വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇവിടുത്തെ വേലയ്ക്കായി ഹല്ലേലൂയ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. Thank you, Pastor. Praise the Lord. കർത്താവിന്റെ ദാസന് വേണ്ടി प्रभु के दास के लिए भी ओम प्रकाश पास्टर जी प्रार्थना करेंगे. हालेलुया हालेलुया हालेलुया. जीवित अनुग्रहकारी दयालु पिता परमेश्वर प्रभु यीशु फिर समय चले आते हैं राजा. हालेलुया हालेलुया. हाँ पिताजी, खास करके प्रभु जी हालेलुया तेरे प्रिय दास के लिए हम प्रार्थना करते प्रभु जी, जो वचन को सुनाए प्रभु. हालेलुया हालेलुया. वो सुंदर वचन के लिए हम लाखों लाख धन्यवाद करते पिता. धन्यवाद हो धन्यवाद हो धन्यवाद हो. हाँ पिता परमेश्वर वचन के द्वारा